ഇതെന്ത് ഐറ്റാണ്? അറേബ്യൻ ഐറ്റം. മുക്തബൽ. ഇതൊരു വഴുതിനങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഈജിപ്ഷ്യൻ, ലബനാൻ, ഇങ്ങനെ അറേബ്യൻ ആ ഒരു വൈകൂടുള്ള ഒരു വിഭവമാണ്. ഇത് 2 തരത്തിൽ ഉണ്ടാക്കും. എത്ര? 2 അല്ലെ? 2 തരത്തിൽ അല്ലെ? അപ്പൊ ഇതിലത്തെ ഒരു തരാണ് നമ്മളിപ്പോ ഈ ഒരു എപ്പിസോഡ്. മറ്റേ ഐറ്റം ഞങ്ങൾ പിന്നീട് ഉണ്ടാക്കും അല്ലെ? അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ ഇത് വഴുതിനങ്ങ ഏകദേശം ഒരു 1/2 കിലോ ഉണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള സൈസാണ്. അതിന് നല്ല കഴുകി വൃത്തിയാക്കി ഒരു ആവി വെക്കുന്ന പാത്രത്തിലിട്ടാണ്. ഇതൊരു ഫുള്ളായി കൊള്ളാത്തതുകൊണ്ട് അതിനെ പകുതിയാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്, ഓഫാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിക്കാം. പിന്നെ അതേപോലെ ഇത് അടുപ്പത്ത് ചുടുകയും ചെയ്യാം. പക്ഷേ ചുടാനുള്ള സൗകര്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനത് വേവിക്കുകയാണ്. അതിൻ്റെ മുമ്പായിട്ട് നമുക്കൊരു എള്ളുണ്ട്. ഇത് വൈറ്റ് എള്ള്, അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും വറുത്ത എള്ളാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇത് എൻ്റെ അടുത്ത് വൈറ്റ് എള്ളാണ് ഇപ്പോൾ ഉള്ളത്. വറുത്ത എള്ളാണെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ടിട്ട് തന്നെ മിക്സിയിൽ അരക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് പുതിരാൻ വേണ്ടി വെച്ചാണ്. ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ വഴുതനങ്ങ വേവിക്കുകയാണ്. അത് ഏകദേശം ഒരു 15 മിനിറ്റ് നല്ലോണം തിളക്കുന്ന മുടൽ വേവിക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതെടുത്തിട്ട് ചൂടാറാണ്ട് വെക്കുകയാണ്. ചൂടാറാതെ തുടരുത്, കയ്യൊക്കെ ആകെ പൊള്ളി പോകും. പിന്നെ ഒന്ന് ചൂടാറാൻ കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഓരോ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു ഫാനിൻ്റെ ചുട്ടിൽ വെച്ചാൽ മതി. അല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ചൂടാറിക്കോളും. അങ്ങനെ ചൂടാറി കഴിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ തോലിഞ്ഞൊരു പ്ലാസ്റ്റിക് മോഡലുണ്ടാകുക, ഒരു വളരെ നൈസായിട്ടല്ലേ. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ തോലിൻ്റെ ഉള്ളിലുള്ള ഭാഗം നമ്മൾ ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കുക. അപ്പോൾ കണ്ടത് ഒരു ട്രാൻസ്പാരൻ്റ് പോലുള്ളൊരു നല്ലൊരു പ്ലാസ്റ്റിക് ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് വേണ്ട, അത് നമ്മൾ വേസ്റ്റിലേക്ക് കളയണം. ഈ ഒരു സാധനം കണ്ടില്ലേ, ഇത് വളരെ നൈസായിട്ടുള്ള, അത് അങ്ങോട്ട് ഒഴിവാക്കുക. അങ്ങനെ ഇതുപോലെ എല്ലാതും ചെയ്യുക. ചുടുകയാണെങ്കിൽ വേറൊരു മോഡലുണ്ടാകുക. ഇതിൻ്റെ ഞെട്ടിയുള്ള ഭാഗമാണ്. ഇങ്ങോട്ട് കളഞ്ഞ് കഴിഞ്ഞിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ആ ഒരു ഫുൾ പീസായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും. ഇനി ബാക്കിയുള്ളത് ആണെങ്കിൽ നമ്മൾ ഈ ടേബിൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചുരണ്ടി എടുത്താലും മതി. അപ്പോൾ ഈ ഒരു സാധനം അവിടെ ആദ്യം ചെയ്ത് വെക്കുക. കണ്ടത് നല്ല പ്ലാസ്റ്റിക് പോലെ ഉണ്ടാവും, ഇത് നല്ല ഹാർഡും ഉണ്ടാവും ഇത്. അപ്പോൾ അത് കളയുക. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഓയിൽ പോലെ ഉണ്ടാവും, ഇത് നമ്മൾ കൂട്ടി വെച്ചില്ല. അപ്പോൾ അത് ഇതിലേക്ക് തന്നെ ഇടുക. വഴുതനങ്ങന്ന് വരുന്ന വെള്ളമാണത്. ഇനി ഇതേപോലെ നല്ലവണ്ണം മിക്സിയിൽ ഒരിക്കലും അരക്കരുത്. കൈകൊണ്ട് നമ്മൾ മുത്തബക്ക് ഉണ്ടാക്കുന്ന ആ ഒരു കത്തിയാണ്, അതുകൊണ്ടാക്കുക. അതല്ലെങ്കിൽ നല്ല ടേബിൾ സ്പൂൺ ഉണ്ട്, അതല്ലെങ്കിൽ നമ്മൾ കിഴങ്ങൊക്കെ ഉടക്കുന്നതില്ല, അതുകൊണ്ട് ഇറക്കുക. അത് നല്ലോണം അങ്ങോട്ട് ആക്കുക. മിക്സിയിൽ ഒരിക്കലും അരച്ചാൽ പിന്നെ വേറൊരു ടേസ്റ്റായി പോകും. അതിൻ്റെ കുരുവൊക്കെ അരിഞ്ഞിട്ട് ടേസ്റ്റ് ഒരു പ്രത്യേക മോഡൽ വരും. അപ്പോൾ ഇതുപോലെ നല്ലോണം ഇങ്ങനെ കുത്തി ആക്കുക. ഇത് വെന്തതുകൊണ്ട് പെട്ടെന്നാവും ചെയ്യും. ബാക്കിയുള്ളത് ഇങ്ങനെ ടേബിൾ സ്പൂൺ കൊണ്ട് അമർത്തിയാലും മതി. ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടറ്റോ മിക്സ് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്താലും മതി. ഇനി നമ്മുടെ ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാണ്. അതൊന്ന് പുതിർത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് കഴുകിയിട്ട് സ്വല്പം വെള്ളം കൂട്ടി അരക്കുകയാണ്. സാധാരണ മറ്റേ എള്ളായാലും മതി, ഇതിനും ഈ എള്ളും പറ്റും. പക്ഷേ മറ്റേ എള്ളാണ് കുറച്ചും കൂടി ഉത്തമമുള്ളത്. അപ്പോൾ ഇത് ഞാൻ അരക്കാൻ പോവാണ്. ഇപ്പോൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതവിടെ അങ്ങോട്ട് മാറ്റി വെക്കുക. നല്ല വൈറ്റ് കളറുണ്ട്. മറ്റേതാണ് ഈ വൈറ്റ് ഉണ്ടാവില്ല. ഒരു ഒറ്റ വെളുത്തുള്ളി നല്ല നൈസായിട്ട് അരിയുക. അതേപോലെ ചെറുതാക്കി പൊടിയായിട്ട് അരിയുക. ഒരൊറ്റ വെളുത്തുള്ളി മതി, വലിയ കഷ്ണമായിപ്പോരുത്. നല്ലോണം അരിയുക. ഇത് നമ്മൾ ആ വഴുതനൻ്റെ മിക്സിലേക്ക് ഇടണം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു ഹാഫ് അതിലേക്ക് ഇടണം. ഒരു തുള്ളി സുർക്കി വേണമെങ്കിൽ അതിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ ഇതിലേക്ക് ആയിട്ടുണ്ട്. ഇതുകൊണ്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്യുക കംപ്ലീറ്റ്. വഴുതനങ്ങ ഉടഞ്ഞ പോലെ ആയിരിക്കണം. ഉപ്പ് ഒരു ആവശ്യത്തിനിടുക, പാകത്തിനിടുക. ഇത് ചപ്പാത്തി, റൊട്ടി ഒക്കെ ഇതിലേക്ക് ഇങ്ങനെ മുക്കി കഴിക്കുക ഈ സംഭവം. വേറെ മസാലപ്പൊടികളൊന്നും ഇടാനില്ല. ഈ ഒരു തഹീന, നമ്മളെ എള്ള് അരച്ചതാണ് ഈ സാധനം. വറുത്തെള്ളാണെങ്കിൽ ഇത്ര വൈറ്റ് ഉണ്ടായാലും ഒരു ചെറിയൊരു ബ്രൗൺ കളർ മോഡലാണ് ഉണ്ടാകുക. അതായാലും മതി, ഇതായാലും മതി. അതിൻ്റെ അടുത്ത് അത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലോണം ഇട്ട് മിക്സ് ചെയ്യുക. ചെറുനാരങ്ങ ഞാനൊന്ന് പിഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്. അപ്പോൾ ചെറുനാരങ്ങൻ്റെ ഒരു ഹാഫ് ഇതിലേക്ക് പിഴിഞ്ഞിടുക. ഒരു നല്ലോണം മിക്സ് ചെയ്യുക അതേപോലെ എല്ലാ ഭാഗവും. എന്നിട്ട് ആ വൈറ്റ് കളർ മാറി ഇങ്ങോട്ട് വഴുതനൻ്റെ കളറായിട്ട് ഇങ്ങോട്ട് വരും. അതേപോലെ അങ്ങോട്ട് ആക്കിയെടുക്കുക. വേണമെങ്കിൽ ഒരു വലിയൊരു
കുഴിയുള്ള ബൗളിലാക്കിയിട്ട് അമർത്തിയാലും മതി. ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യാൻ പോവാണ്. ഇതുകൊണ്ട് പ്രസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പൊട്ടറ്റോ മിക്സ് കൊണ്ടും ആക്കാം. ഇങ്ങനെ പാത്രത്തിൽ നിന്ന് പുറത്തിറക്കുന്നുണ്ട്. ഞാനിപ്പോൾ വേറൊരു ചെറിയ പാത്രത്തിലേക്ക് ആക്കാൻ പോവുകയാണ് ഇനി. എന്നിട്ട് ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ചെറിയ പാത്രത്തിലാക്കിയത് ഞാനുണ്ട് ഇതിലേക്ക് എടുത്ത്. അപ്പോൾ ചെറിയ പാത്രത്തിലാക്കി നല്ല സൂപ്പറായിട്ട് ഉണ്ടായി കിട്ടും. മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി കളിക്കും. കംപ്ലീറ്റ് പരത്ത് ഇതേപോലെ നല്ലോണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചപ്പാത്തി, കുബൂസ്, റൊട്ടി ഇതിലേക്കൊക്കെ പറ്റും. നല്ല സംഭവമാണ്. ഈജിപ്തിൽ, ലബനാനിൽ, സിറിയയിൽ, ഇങ്ങനെ അറബ് കൺട്രീസിലൊക്കെ ഇത് സ്ഥിരമായിട്ട് ഒരു ഉപയോഗിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിലും ഡിന്നറിൻ്റെ കൂട്ടത്തിലൊക്കെ ഇതുണ്ടാവും അവിടെ. മുത്തബൽ എന്ന് ഇതിന് പറയും. ഇത് വേറൊരു ടേസ്റ്റിലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ പിന്നെ വേറൊരു ദിവസം ഞാൻ അതിൻ്റെ ഒരു എപ്പിസോഡ് വിടുന്നുണ്ട്. ഒരു തുള്ളി വേണമെങ്കിൽ സുർക്ക അതിലേക്ക് ഒഴിക്കുക. അത് നിർബന്ധമൊന്നുമില്ല. ചെറുനാരങ്ങനീര് നേരത്തെ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇതേപോലെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുഴിയാക്കി വെക്കുക. എന്നിട്ട് നമ്മളെ ഹമ്മൂസൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലേ, അതിൻ്റെ അതേപോലെ ഈ കുഴിയിൽ ഒലീവ് ഓയിൽ ഒഴിക്കുക. ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ റൊട്ടി കഷ്ണം അതിൽ പിടിച്ച് മുക്കിയിട്ട് അങ്ങനെ കഴിക്കുക. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൽ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ കുഴിയിൽ ഒലീവ് ഓയിൽ ഒഴിക്കുക. ഇനി ഒലീവ് ഓയിൽ ഇങ്ങനെ കയ്യിലില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒലീവ് ഓയിൽ അതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുക. ഒരു ഡെക്കറേഷൻ ഒരു ഇലയൊക്കെ വെക്കുക. അപ്പോൾ ഇതാണ് സംഭവം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഇതുപോലെ നിങ്ങളൊരു മുത്തബൽ ഉടനെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.